Bismillah, walhamdulillah, wassalatu wassalamu ala rasulillah wa ala alihi wa ashabihi ajma'in. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Allahumma 'allimna ma yanfa'una wanfa'na bima 'allamtana wa zidna 'ilma. A'udzu billahi minasy syaithanir rajim. Bismillahir rahmanir rahim. Assalamualaikum warahmatullahi wabarakatuh. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? റെഡിയാണോ? കേൾക്കാമോ? ക്ലിയർ ആണോ? ഓക്കെ, അൽഹംദുലില്ലാ. ഇതെല്ലാരും ചെയ്ത് നോക്കിയിരുന്നോ ഹോംവർക്ക്? ഓൾമോസ്റ്റ്. ബാക്കിയുള്ളവരോ? ഓക്കെ, അൽഹംദുലില്ലാ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിസ്മില്ലാ. في فصلنا 10 طلاب. ജുംല ഇസ്മിയാണ്. في فصلي جار مجرور شبه جملة خبر مقدم. فصلي مضاف. نا مضاف إليه. 10 എന്താണ്? عدد مبتدا مؤخر. ومضاف طلاب مضاف إليه. Clear ആണോ അത്? In our class is 10 students. ഞങ്ങളുടെ ക്ലാസ്സിൽ 10 വിദ്യാർത്ഥികളുണ്ട്. ക്ലിയർ ആണോ അത്? وهم من بلاد مختلفة. وحرف العطف هم مبتدا من بلاد جار مجرور شبه جملة خبر مقدم. بلاد വേറെന്താണ്? بلاد موصوف مختلفة صفة. مختلفة വരാനുള്ള കാരണം എന്താണ് ജമ ഗൈറാക്കിൽ? ബിലാദ്. Okay, and they are from different countries. Okay, അവർ വിവിധ രാജ്യങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നാണ്. هذا محمد وهو من اليابان. രണ്ട് ജുംല ഇസ്മിയ. Yes, بلاد جمع تكسير غير عاقل considered as مفرد مؤنث. Yes. هذا محمد جملة اسمية وحرف العطف هو من الياباني. അടുത്ത جملة اسمية. هذا مبتدا محمد خبر وحرف العطف هو مبتدا من الياباني جار مجرور شبه جملة خبر. This is Muhammad and he is from Japan. ഇത് മുഹമ്മദ് ആണ്, അദ്ദേഹം അല്ലെങ്കിൽ അവൻ ജപ്പാനിൽ നിന്നാണ്.
وهذا خالد وهو من الصين. same construction. وحرف العطف هذا مبتدا، خالد خبر، وحرف العطف هو مبتدا من الصين جار مجرور شبه جملة خبر. This is Khalid and he is from China. ഇത് ഖാലിദാണ്, അവൻ ചൈനയിൽ നിന്നാണ്. ക്ലിയർ ആണോ ഇതുവരെ? اوكي. وهذا أحمد وهو من الهندي. وحرف العطف هذا مبتدا، أحمد خبر، وحرف العطف هو مبتدا من الهندي جار مجرور شبه جملة خبر. അഹ്മദിന്റെ പ്രത്യേകത എന്താണ്? അതെ, മംനു മീനസ് സർഫാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് അടയാളപ്പെടുത്തുക. ഇൻഷാല്ല അടുത്ത ലെസണിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം ഇൻഷാല്ല. ആൻഡ് ദിസ് ഇസ് അഹ്മദ് ആൻഡ് ഹി ഈസ് ഫ്രം ഇന്ത്യ. ഇത് അഹ്മദ് ആണ്, അവൻ ഇന്ത്യയിൽ നിന്നാണ്. وهذا إبراهيم وهو من غانا. وحرف العطف هذا مبتدا، إبراهيم خبر، وحرف العطف هو مبتدا من غانا جار مجرور شبه جملة خبر. And this is Ibrahim and he is from Ghana. ഇത് ഇബ്രാഹിമാണ്, അവൻ ഗാനയിൽ നിന്നാണ്. അഗൈൻ ഇബ്രാഹിമു മംനൂ മിന സർഫ്. ഇവിടെ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇബ്രാഹിമും ഉണ്ട്, ഇസ്മായിലും ഉണ്ട്, യൂസുഫു, ബൈറമു, വേറെന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇത്രയും മംനൂ മിന സർഫാണ് കേട്ടോ, മാർക്ക് ചെയ്തോളൂ. وهذا إسماعيل وهو من നൈജീരിയ. ഇത് ഞാൻ ഇനി അനലൈസ് ചെയ്യണോ? സെയിം കൺസ്ട്രക്ഷൻ ആണ്. وحرف العطف هذا مبتدا، إسماعيل خبر، وحرف العطف هو مبتدا من نيجيريا جار مجرور شبه جملة خبر. And this is إسماعيل. Yes, غانا اسم مكسور ആണ്. Yes. And this is Ismail and he is from Nigeria. ഇത് ഇസ്മായിൽ ആണ്, അവൻ നൈജീരിയയിൽ നിന്നാണ്. وهذا يوسف وهو من إنجلترا. And this is Yusuf and he is from England. ഇത് യൂസുഫ് ആണ്, അവൻ ഇംഗ്ലണ്ടിൽ നിന്നാണ്. ഞാനത് സ്കിപ്പ് ചെയ്യാണ് കേട്ടോ, അനാലിസിസ്. وهذا بيرم وهو من تركيا. And this is Bayram and he is from Turkey. ഇത് ബൈറം ആണ്, അവൻ ടർക്കിയിൽ നിന്നാണ്. وهذا عمار وهو من ماليزيا. And this is Ammar and he is from Malaysia. ഇത് അമ്മാർ ആണ്, അവൻ മലേഷ്യയിൽ നിന്നാണ്. യെസ്, എല്ലാം സെയിം ആണ്. وهذا علي وهو من أمريكا. And this is Ali and he is from America. ഇത് അലി ആണ്, അവൻ അമേരിക്കയിൽ നിന്നാണ്. وهذا أبو بكر وهو من بوسنيا. And this is Abu Bakr and he is from Bosnia. ഇത് അബൂ ബക്കർ ആണ്, അവൻ ബോസ്നിയയിൽ നിന്നാണ്. നിങ്ങൾക്ക് എന്താണ് ചെറിയ ചെറിയ രാജ്യങ്ങൾ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ ടെക്സ്റ്റില്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, ചിലർക്ക് യുനാൻ ഒക്കെ കാണുമായിരിക്കും. ഇനി ഇവിടെ എടുത്ത് പറയാൻ പിന്നുള്ളത് അബൂബക്രീൻ. എന്താണ് കൺസ്ട്രക്ഷൻ? ആ പേര്, അതൊരു പേരാണ്, ആ പേരെന്താണ് കൺസ്ട്രക്ഷൻ? ഇദാഫയാണ്. അബൂന്റെ പ്രത്യേകത മുദാഫ് മുദാഫ് ഇലൈഹി ആണ്, ഇദാഫയാണ്. അബൂന്റെ പ്രത്യേകത എന്താണ്? മംനൂ മിന സർഫാണോ? അസ്മാഉൽ ഖംസയിൽ നിന്നുള്ളതല്ലേ? മിൻ അസ്മാഉൽ ഖംസ. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? ഈ പാസേജ്, ഈ പാരഗ്രാഫ്
അടുത്തയിലോട്ട് പോട്ടെ? വളരെ ഈസി ആയിരുന്നു ആ പാസേജ് അല്ലേ? ഓക്കെ. ഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ. ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇത് ഞാൻ വീണ്ടും പറയുന്നില്ല. ഹും ദേ ആർ ഫ്രം ഡിഫറെന്റ് കൺട്രീസ്. ഓക്കെ, അവർ വ്യത്യസ്ത അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നാണ്, വിവിധ രാജ്യങ്ങളിൽ നിന്നാണ്. വലുഗാതുഹും മുഖ്തലിഫത്തുൻ വഅൽവാനുഹും മുഖ്തലിഫത്തുൻ. രണ്ട് ജുംല ഇസ്മിയ. വാവ് ഹർഫുൽ അതഫ്. ലുഗാതു مبتدأ ومضاف، هم مضاف إليه، مختلفة خبر. وحرف العطف ألوان مبتدأ ومضاف، هم مضاف إليه، مختلفة خبر. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അനാലിസിസ് ക്ലിയർ ആണോ അത്? ഓക്കെ. And their languages are different and their colors are different. അവരുടെ ഭാഷകൾ വ്യത്യസ്തമാണ്, അവരുടെ നിറങ്ങൾ വ്യത്യസ്തമാണ്. ഓക്കെ. ഇവിടെ മുഖ്തലിഫത്തുൻ വന്നത് എന്തുകൊണ്ടാണ് രണ്ടിടത്തും? നമ്മൾ ഭാഷകൾ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നിറങ്ങൾ എന്ന് പറയുന്നു. പക്ഷെ മുഖ്തലിഫത്തുൻ മുഫ്രദുമാണ്. എന്തുകൊണ്ടാണ്? ജമ ഗൈറാക്കിലാണ് അല്ലേ? ആദ്യത്തെ സെന്റൻസ് ബിലാദിലെ ജമ ഗൈറാക്കിലാണ്. അവിടെ മൗസൂഫ് സിഫയായിരുന്നു. ഇവിടെ മുബത്തദ ഖബറാണ്. മുബത്തദ ഖബർ നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞത് നമ്പർ ജെൻഡർ മാച്ച് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അത് മാച്ച് ആവാത്തത് ലുഗാത്തുൻ അല്ലെങ്കിൽ അൽവാനുൻ എന്താണ്? ജമ ഗൈറാക്കിലായതുകൊണ്ടിട്ടാണ്. യെസ്, ജമ തക്സീർ ആണ് രണ്ടും. ലുഗാത്തുൻ ആക്ച്വലി ജമ തക്സീർ അല്ല. ലുഗാത്തുൻ എന്താണ്? സോറി, ലുഗാത്തുനും ജമ തക്സീർ ആണ് കേട്ടോ. അല്ലേ? യെസ്, അല്ല, ജമ സാലിമാണ്. സോറി, ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ഓക്കെ. ലുഗാത്തുന് ജമ എന്ത് സാലിം? ജമ സാലിം എന്ന് പറയുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയണേ. മുഅന്നസ് സാലിം. ഓക്കെ. ഓക്കെ, അൽഹംദുലില്ലാ. വലാകിൻ ദീനുഹും വാഹിദുൻ. വലാകിൻ പരിചയമുണ്ടോ? പരിചയമുണ്ടോ വലാകിൻ? മീനിങ് ബട്ടാണ്. യെസ്, പക്ഷേ അല്ലെങ്കിൽ എന്നാൽ എന്നൊക്കെയാണ് പറയുന്നത്, അർത്ഥം വരുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതെന്താണെന്ന് പരിചയമുണ്ടോ? ഇന്ന ക്യാനാന്നൊക്കെ കാണാം കേട്ടോ, അതിലേക്കൊക്കെ നമുക്ക് വരാം. അതൊന്നുമല്ല. ഇന്നയും ക്യാനൊക്കെ ബുക്ക് ടൂല് വരത്തേ ഉള്ളൂ. ഇൻഷാല്ലാ നിങ്ങൾ പഠിക്കും. വലാക്കിൻ നിങ്ങൾക്ക് ഹുറൂഫുൽ അത്തഫിന്റെ ലിസ്റ്റ് തന്നത് ഓർമ്മയുണ്ടോ? ഹർജർ അല്ല, ഹുറൂഫുൽ അത്തഫിന്റെ ലിസ്റ്റ് തന്നത് ഓർമ്മയുണ്ടോ? അതൊന്ന് എടുത്തു വെച്ച് നോക്കിയാൽ മതി. അതിലൊന്നുള്ള ഒന്ന് വലാക്കിൻ ആയിരിക്കും. ഓക്കെ, വലാക്കിൻ ഹർഫുൽ അത്തഫാണ്. വാവ് പോലെ തന്നെ. ഹർഫുൽ അത്തഫ് ഇറാബിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമോ?
കൊണ്ടുവരുമോ? ഇല്ല. ഓക്കെ, അതേപോലെ തന്നെയുള്ളൂ. ഇതിപ്പം വാവ് പോലെ തന്നെയാണ്, അങ്ങനെ ഇട്ട് കണ്ടാൽ മതി. ഓക്കെ, ഇന്ന എന്നൊക്കെ പറഞ്ഞവര് അത് വലാക്കിന്നയാണ്. വലാക്കിന്നും വലാക്കിന്നയും രണ്ടും ഒരേ അർത്ഥമാണ്, പക്ഷെ രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, വലാക്കിന്ന നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാ. ലാക്കിന്ന വലാക്കിന്ന. ഓക്കെ, അപ്പൊ വലാക്കിൻ ഹർഫുൽ അത്തഫാണ്. ദീനുഹും വാഹിദുൻ. ദീനു മുബ്തദ, മുദാഫ്, ഹും മുദാഫ് ഇലൈഹി, വാഹിദുൻ ഖബർ. എന്നാൽ അവരുടെ മതങ്ങൾ, അല്ലെങ്കിൽ സോറി, മതങ്ങളല്ല, മതം, അവരുടെ മതം ഒന്നാണ്. ബട്ട് their religion is one. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. وربهم وربهم واحد. وحرف العطف رب مبتدا ومضاف، هم مضاف إليه، واحد خبر. And their Lord is one. Okay, അവരുടെ നാഥൻ ഒന്നാണ്. ونبيهم صلى الله عليه وسلم واحد. وحرف العطف نبي مبتدا ومضاف، هم مضاف إليه، واحد خبر. And their നബി അല്ലെങ്കിൽ their prophet is one. അവരുടെ നബി അല്ലെങ്കിൽ പ്രവാചകൻ ഒന്നാണ്. وقبلتهم واحدة. وحرف العطف قبلة مبتدا ومضاف، هم مضاف إليه، واحدة خبر. And their قبلة is one. അവരുടെ ഖിബില ഒന്നാണ്. ഹും മുസ്ലിമൂന. ഹും മുബ്തദ, മുസ്ലിമൂന ഖബർ. They are Muslims. അവർ മുസ്ലിങ്ങളാണ്. വൽ മുസ്ലിമൂന ഇഖ്വത്തുൻ. വഹർഫുൽ അത്ഫ് അൽ മുസ്ലിമൂന മുബ്തദ, ഇഖ്വത്തുൻ ഖബർ. And Muslims are brothers. മുസ്ലിങ്ങള് സഹോദരന്മാരാണ്. ക്ലിയർ ആണോ? اوكي. هذا مدرسنا. هذا مبتدا، مدرس خبر ومضاف، نا مضاف إليه. This is our teacher. ഇത് ഞങ്ങളുടെ അധ്യാപകനാണ്. ഇസ്മുഹു ഷെയ്ഖു ബിലാലുൻ. ഇസ്മു മുബ്തദ വമുദാഫ്, ഹു മുദാഫ് ഇലൈഹി, അഷ്ഷെയ്ഖു ഖബർ. വേറെന്താണ്? എങ്ങനെയാണ് ബിലാലുമായിട്ട് കണക്ട് ആവുന്നത്? യെസ്, മുബദൽ മിൻഹു ബദൽ. അഷ്ഷെയ്ഖു മുബദൽ മിൻഹു ആണ്, ബിലാലുൻ ബദലാണ്. ഹിസ് നെയിം ഇസ് ഷെയ്ഖ് ബിലാൽ. അവന്റെ പേര് ഷെയ്ഖ്, അദ്ദേഹത്തിന്റെ പേര് ഷെയ്ഖ് ബിലാൽ എന്നാണ്. وهو من سوريا. وحرف العطف هو مبتدا من سوريا، جار مجرور، شبه جملة خبر. And he is from Syria. അദ്ദേഹം സിറിയയിൽ നിന്നാണ്. وهو رجل صالح. وحرف العطف هو مبتدا، رجل خبر، وموصوف صالح صفة. And he is a
And he is a സാലിഹിന്റെ അർത്ഥം എന്താണ്? And he is a സാലിഹായ മനുഷ്യന്, righteous, righteous, noble, സൽപുരുഷൻ. യെസ്. സൽക്കർമ്മി. ഓക്കെ. നഹ്നു നുഹിബ്ബുഹു കസീറൻ. ഇവിടെ നഹ്നു മുബ്തദ, ജുംല ഇസ്മിയാണ്. നുഹിബ്ബു, നുഹിബ്ബു നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നമ്മൾ ഒഹിബ്ബു എടുത്തില്ലേ, ഓർമ്മയുണ്ടോ? ലെസൺ 11 അന ഉഹിബ്ബു. യെസ്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉഹിബ്ബു പറഞ്ഞത് ഇഷ്ടപ്പെടുന്നു, ഐ ലവ്. ഫെയിൽ മുദാരിയാണ്. യെസ്, അത്രമാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിന്റെ നഹ്നു രൂപമാണിത്. ഓക്കെ, ഉഹിബ്ബു, നുഹിബ്ബു. ഇത് നമ്മുടെ സർഫിലാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്യണ്ട. നുഹിബ്ബു വി ലവ് ആണ്, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. അതിന്റെ അർത്ഥവും അത് ഫെയിൽ മുദാരിയാണെന്ന് മാത്രം മനസ്സിലാക്കാം. ഓക്കെ. ഉഹിബ്ബു നിങ്ങൾ പഠിച്ചിട്ടില്ല? ഉഹിബ്ബു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ലെസൺ 11 നമുക്ക് ഒരു 1-2 സെന്റൻസസ് വരുന്നില്ലായിരുന്നോ? അന ഉഹിബ്ബുല്ലാഹ അന ഉഹിബ്ബു ഉമ്മി വ അബി എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു സെന്റൻസസ് വരുന്നില്ലായിരുന്നോ? ഉഹിബ്ബുന്റെ നഹ്നു രൂപമാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. ഫുൾ ഫോംസ് നിങ്ങൾ പഠിച്ചിട്ടില്ല, ഫെയിൽ മുദാരി നിങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഇത് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇത് ഫെയിൽ മുദാരി ആണ്, നഹ്നു രൂപമാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ബാക്കി നമ്മൾ സർഫ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും ഇൻഷാ അല്ലാ. ഇവിടെ നഹ്നു ഉപയോഗിച്ചേക്കുന്ന കൊണ്ടിട്ടാണ് നമുക്ക് പിന്നെ ഇവിടെ ഉഹിബ്ബു എന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? നഹ്നുന്റെ രൂപം പറയണം, അതുകൊണ്ടാണ് അവിടെ നുഹിബ്ബു ഉപയോഗിച്ചേക്കുന്നത്. ഓക്കെ. നഹ്നു നുഹിബ്ബുഹു കസീറോൻ. അപ്പൊ നുഹിബ്ബുഹു കസീറോൻ എന്തായിരിക്കും ഇവിടെ ഈ ജുംലയില്? ജുംല ഫെയിലിയ ഖബറാണ്. മൗസൂഫ് സിഫയോ? നുഹിബ്ബു ഫെയിലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മൗസൂഫിന്റെ പുറകിൽ പോവുക? മൗസൂഫ് ഒരു ഇസ്മല്ലേ മൗസൂഫ് ആവുക? നിങ്ങളിപ്പോ പഠിച്ചതനുസരിച്ച് അല്ലേ? ഓക്കെ. അപ്പൊ ജുംല ഫെയിലിയ ഖബറാണ്. ഇനി നുഹിബ്ബുഹു നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നുഹിബ്ബു എന്തായിരിക്കും? നിങ്ങൾ മുദാഫ് എന്നൊക്കെ പറയല്ലേ. ഫെയിൽ എങ്ങനെയാണ് മുദാഫ് ആവുക? ഫെയിൽ മുദാരി, ഫെയിൽ മുദാരി ഫായിലാണ്. ഓക്കെ. ഫായിലും ഉണ്ട് അതില്. അനു എന്നുള്ളത് ഫായിലിന്റെ അടയാളമാണ്, അത് നഹ്നുനെ സൂചിപ്പിക്കുന്നു. സോ നുഹിബ്ബു എന്ന് പറഞ്ഞാൽ ഫെയിൽ വ ഫായിലാണ്. ഉഹിബ്ബു എന്ന് പറഞ്ഞാലും ഫെയിൽ വ ഫായിലാണ്. ഹു എന്താണ്? ഹു എന്താണ്? ഹൂവിന്റെ അവസ്ഥ എന്താണ്? ഹു എന്താണ്? ഹൂവിന്റെ സ്റ്റേറ്റ് എന്താണ്? ഇറാബ് എന്താണ്? ഹു മർഫു ആണ്. ഉറപ്പാണോ മർഫു ആണെന്ന്? മജ്റൂർ ആണെന്ന് പറയുന്നു. നിങ്ങൾ ദമീർ മുത്തസിൽ തറവാക്കിയിട്ടില്ല എന്ന് അർത്ഥം. ദമീർ മുത്തസിൽ മർഫു ആയിട്ട് എവിടെയാണ് നമ്മൾ കാണുക? മർഫു ആയിട്ട് എവിടെയാ കാണുക?
ദമീർ മുത്തസിൽ മർഫു ആയിട്ട് എവിടെയാ കാണുക? ഫെയിലിന്റെ എവിടെയാണ്? ഫെയിലിൽ എവിടെയാണ്? ദമീർ മുത്തസിൽ മർഫു ആയിട്ട് എവിടെയാ കാണുക? എങ്ങനെയാ കാണുക? ഞാൻ നിങ്ങളുടെ ആൻസറിന് വെയിറ്റ് ചെയ്യാണ്. ദമീർ മുത്തസിൽ മർഫു ആയിട്ട് എവിടെയാണ് കാണുക? ഫഅല ഫഅലത്ത് ഫഅല ഫഅലത്തിൽ മാത്രാണോ ദമീർ മുത്തസിൽ മർഫു? ബാക്കിയുള്ളതിൽ എവിടെ പോയി? എന്തു പറ്റി? ബാക്കി 14 രൂപങ്ങളിൽ എന്താണ്? ഫെയിലാണ്. ഫെയിൽ മാദിന്ന് മാത്രമല്ല, ഫെയിലാണ്. നിങ്ങൾ ഫെയിൽ മാദിയുടെ കേസ് ഇപ്പൊ നിങ്ങൾ പഠിച്ചു, അത്രേ ഉള്ളൂ. അറ്റാച്ച് ടു ഫെയിൽ. അറ്റാച്ച് ടു ഫെയിൽ എവിടെ, എങ്ങനെയായിട്ട്, എന്താണ് അറ്റാച്ച് ടു ഫെയിൽ? ഇപ്പൊ ഇവിടെ ഈ ഹൂം അറ്റാച്ച് ടു ഫെയിൽ അല്ലേ? ഏത് രൂപത്തിൽ അല്ലെങ്കിൽ എന്തായിട്ടാണ് നിങ്ങൾ അത് മനസ്സിലാക്കിയേക്കുന്നത്? ആ, ഫെയിലിന്റെ 12 രൂപങ്ങളിൽ എന്താണ് അത് വരുന്നത്? ഫായിലിന്റെ രൂപത്തിലാണ് അല്ലേ? ആ ഒരു കേസിൽ മാത്രമാണ് ആ ദമീർ മുത്തസിൽ, അതും ഈ രീതിയിലാണോ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഹൂ, ഹുമ, ഹും, കുമ, കും എന്നുള്ള രീതിയിലാണോ അതിൽ വരിക? ഫായില് നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ച് ഫീൽ മാതിയുടെ ഫായില് നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ട് അറിയാം എങ്ങനെയാ അത് വരുന്നതെന്ന്. ഫായില് മർഫു ആയതുകൊണ്ടിട്ടാണ് നമ്മൾ അത് അറ്റാച്ച്ഡ് ആണ്, ചേർന്നിരിക്കുന്നു, അതിനെ നമ്മൾ ദമീർ മുത്തസിൽ മർഫു ആയിട്ട് പറയുന്നത്. അതും ഈ അല്ലാതെ നമ്മൾ പഠിച്ച ദമീർ മുത്തസിൽ 14, നമ്മുടെ ഹുവ, ഹുമ, ഹുമ്മിന്റെ 14 രൂപങ്ങൾ ദമീർ മുത്തസലായിട്ട് വരുമ്പോ അത് മർഫു ആയിട്ട് കാണുവോ? കാണുവോ? അത് രണ്ടേ രണ്ട് അവസ്ഥയെ എടുക്കുള്ളൂ, മജ്റൂർ അല്ലെങ്കിൽ മൻസൂബ്. ഇവിടെ ഇത് മജ്റൂർ ആണോ? മജ്റൂർ എവിടെയാണ്? ഇസ്മിന്റെ കൂടെ, അല്ലെങ്കിൽ ദർഫിന്റെ കൂടെ, അല്ലെങ്കിൽ ഹർഫ്ജറിന്റെ കൂടെ വരുമ്പോഴാണ് മജ്റൂർ. ഇത് ഈ നുഹിബു എന്ന് പറയുന്നത് ഇതിൽ മൂന്നിൽ പെട്ടതാണോ? നുഹിബു ഫെയിൽ ആണ്. ഫെയിലിന്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ ഈ പറഞ്ഞ 14 രൂപങ്ങൾ ഹുവ, ഹുമ, ഹും, ഹിയ, ഹുമ, ഹുന്ന, അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നായുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന, സോറി, ഹുവ, ഹുമ, ഹും എന്ന് പറഞ്ഞ ദമീർ മുൻഫസിലിന്റെ കറസ്പോണ്ടിങ്, അതിന് ചേർന്ന് വരുന്ന ദമീർ മുത്തസിലുകൾ ഹു, ഹുമ, ഹും, ഹ, ഹുമ, ഹുന്ന, കാക്കുമാക്കും, കീക്കുമാക്കുന്ന, ഈന, ഇതെന്തായിട്ടാണ് വരിക ഫെയിലിനോട്ട് അറ്റാച്ച് ചെയ്താല്? അത് മഫൂലും ബിഹിയുടെ പൊസിഷൻ ആണ്, അത് മൻസൂബാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി മഫൂലും ബിഹി എന്ന് നിങ്ങൾ പറഞ്ഞില്ലേലും അത് മൻസൂബാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നുഹിബുഹു ഇദോഫയല്ല. ക്ലിയർ ആണോ? നിങ്ങളുടെ ഞാൻ നുഹിബുവിന്റെ അർത്ഥം പറഞ്ഞില്ല, അല്ലെങ്കിൽ നുഹിബു എന്താന്ന് പറഞ്ഞില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ശരി, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരായിരുന്നു. പക്ഷെ നുഹിബു ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, അത് ഫെയിൽ മുദ്വാരിയാന്ന് പറഞ്ഞു. അപ്പൊ ഫെയിൽ മുദ്വാരിയുടെ കൂടെ ഹു അറ്റാച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് മഫൂലും ബിഹിയാണ്, മൻസൂബാണ്. ക്ലിയർ ആണോ? കസീറൻ വാക്കർത്ഥം മാത്രം നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി, ബാക്കി പിന്നീട് നമുക്ക് നോക്കാം. ഓക്കെ, വി ലവ് ഹിം എ ലോട്ട്. ഞങ്ങൾ അദ്ദേഹത്തെ വളരെയധികം സ്നേഹിക്കുന്നു. ക്ലിയർ? ക്ലിയർ അല്ലേ? അത് ദമീർ മുത്തസിൽ നിങ്ങൾ ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ ഒന്ന് പോയി ആ ദമീർ മുത്തസിലിന്റെ ക്ലാസ്സസും നോട്ട്സും ഒക്കെ ഒന്ന് റിവൈസ് ചെയ്യണേ. നമ്മൾ പല പ്രാവശ്യമായിട്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്.
ഇപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് നോക്കുക ഇൻഷാ അല്ലാ. ഓക്കെ, ചോദ്യങ്ങൾ. എക്സസൈസിലേക്ക് പോകാം. അൽഹംദുലില്ലാ. Okay, first one. أين هذه المدرسة? Where is this school? ഞാൻ ഉത്തരം പറയാം, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തോളൂ. കേട്ടിട്ട് ആൻസർ ചെയ്യണേ. This school is near the mosque. ഈ സ്കൂള് പള്ളിയുടെ അടുത്താണ്. ടെക്സ്റ്റില് തിരിച്ചൊന്നും നോക്കാൻ പാടില്ല. നിങ്ങൾ കേട്ടത് വെച്ച് എഴുതുക. This school is near the mosque. ഈ സ്കൂള് പള്ളിയുടെ അടുത്താണ്. എങ്കിൽ പ്രസ്തുത പള്ളിയുടെ അടുത്താണ്. ഇന്ദൽ മസ്ജിദി ആണോ? ബാദൽ മസ്ജിദിയോ? ഇതെന്താണ്? എനിക്ക് ഫുൾ സെന്റൻസ് വരണം. ഹാദിഹിൽ മദ്രസത്തി ആണോ? ഖരീബുൻ ആണോ? ഒന്നുകൂടെ ചെക്ക് ചെയ്തേ. അയിന ഹാദിഹിൽ മദ്രസത്തു. എനിക്ക് ഇതുവരെ കറക്റ്റ് ആയിട്ട് ഒരു ഫുൾ സെന്റൻസ് വന്നിട്ടില്ല കേട്ടോ. ഹാദിഹിൽ മദ്രസത്തി ഖരീബുൻ മിനൽ മസ്ജിദി തെറ്റാണ്. എന്താണ് തെറ്റെന്നുള്ളത് നിങ്ങൾ ഫിക്സ് ചെയ്യൂ. എനിക്ക് ഇറാബ് വേണം. എല്ലാ വാക്കുകളുടെ അർത്ഥം സോറി ഹറക്ക ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവസാനത്തിൽ ആ ഹറക്ക ഇട്ടേ പറ്റുള്ളൂ. എനിക്കല്ലെങ്കിൽ അത് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അറബി ടൈപ്പ് ചെയ്യുന്നവര് നിങ്ങൾ ലാസ്റ്റിലെ ലെറ്ററിന് ഹറക്ക കൊടുക്കൂ. ഹാദിഹിൽ മദ്രസത്തു ഖരീബത്തുൻ മിനൽ മസ്ജിദി. ഹാദിഹിൽ മദ്രസത്തു ഖരീബു മിനൽ മദ്രസത്തി തെറ്റാണ്. ഹാദിഹിൽ മദ്രസത്തു ഖരീബത്തുൻ മിനൽ മസ്ജിദി. യെസ്, ഒരാൾക്ക് കറക്റ്റ് കിട്ടിയോ ഇതുവരെ? ഓക്കെ, ഹാദിഹിൽ മദ്രസത്തു വരണം. അവിടെ കെസ്ര ഇടേണ്ട ആവശ്യമില്ല. മദ്രസത്തി അൽ മദ്രസത്തി വരുവോ? മർഫു ആണ്. ഹാദിഹിൽ മദ്രസത്തു ഖരീബത്തുൻ എന്ന് വരണം. ഖരീബുൻ ഖരീബു എന്നൊക്കെ എഴുതിയവരുണ്ട്. ഖരീബത്തുൻ മദ്രസയാണ്, മുഅന്നസാണ്. ഖരീബത്തുൻ മിനൽ മസ്ജിദി. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. കം ബാബൻ ലഹ. ഹൗ മെനി ഡോസ് ഡസ് ഇറ്റ് ഹാവ്? അതിന് എത്ര വാതിലുകൾ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ഇറ്റ് ഹാസ് 3 doors. ഞാൻ എന്തിനെ കുറിച്ചിട്ടാ പറയുന്നത് നിങ്ങൾക്ക് അറിയാം. കണ്ടിന്യൂയിങ് ക്വസ്റ്റ്യൻ ആണ്. മുന്നത്തെ ചോദ്യത്തിനോട് ചേർത്ത് ചിന്തിക്കുക. ഇറ്റ് ഹാസ് 3 doors. അതിന് 3 വാതിലുകൾ ഉണ്ട്.
എല്ലാരും ഇട്ടോ? ഓക്കെ. ഇതുവരെ വന്നതൊക്കെ കറക്റ്റ് ആണ്. ഓക്കെ, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഹാദാ സലാസു അബ്വാബിൻ. കറക്റ്റ് ആണോ അത്? ഞാൻ അതാണോ പറഞ്ഞേ? ഞാൻ പറഞ്ഞ ഇറ്റ് ഹാസ് 3 ഡോസ്. അതിന് 3 വാതിലുകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ചോദ്യത്തിൽ വന്നത് ഹാദ ഉണ്ടോ ചോദ്യത്തില്? അല്ലെങ്കിൽ സോറി, ഹാദിഹി ഉണ്ടോ? നിങ്ങൾ ഹാദിഹിയാ കൊടുത്തേക്കുന്നത്, ഉണ്ടോ? ഹാദിഹിയുടെ അർത്ഥം എന്താണ്? ഇത് അല്ലെങ്കിൽ അത് എന്നുള്ളതാണ്. ഞാൻ അതാണോ പറഞ്ഞത്? അതിന് എന്ന് പറഞ്ഞില്ലേ? അതിന്. ഓക്കെ, അത് ശ്രദ്ധിക്കണം. ഹിയ, ഹാദിഹി, ഹിയ അല്ലെങ്കിൽ ഹദ, ഹുവ ഒക്കെ മാറി ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ അത് ഉപയോഗിക്കാൻ പറ്റുമോ? അതിന് എന്നുള്ളൊരു അർത്ഥം വരണ്ടേ? ഓക്കെ. അമുഗ്ലഖത്തുൻ അബ്വാബുഹൽ ആന അം മഫ്തുഹത്തുൻ. ചോദ്യം എന്താണ്? അർത്ഥം? അതിന്റെ വാതിലുകൾ തുറന്നിരിക്കുകയാണോ ഇപ്പോൾ, അതോ സോറി അടച്ചിരിക്കുകയാണോ ഇപ്പോൾ, അല്ലെങ്കിൽ അടഞ്ഞിരിക്കുകയാണോ ഇപ്പോൾ, അതോ തുറന്നിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. ആർ ദ ഡോസ്, ആർ ഇറ്റ്സ് ഡോസ് ഓപ്പൺ നൗ, സോറി ക്ലോസ് നൗ ഓർ ഓപ്പൺ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഉത്തരം പറഞ്ഞോളൂ. ഇറ്റ്സ് ഡോസ് ആർ ഓപ്പൺ നൗ എന്നെങ്ങനെ പറയും? അതിന്റെ വാതിലുകൾ ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. ഇപ്പോൾ തുറന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ തുറന്നിരിക്കുകയാണ് ഇപ്പോൾ. അബുഅബുഹ ഓക്കെയാണ്. നഅം അവിടെ പറയാൻ പറ്റുമോ? ലഹ എന്തിനാണ് അവിടെ? ലഹ ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് മനസ്സിലായി. ലഹയുടെ അർത്ഥം എന്താണ്? നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് എഴുതൂ. നഅമിന്റെ ആവശ്യമുണ്ടോ ഇവിടെ? നഅം ലായുടെ ആവശ്യമുണ്ടോ? നഅം ലാ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? നഅം ലാ പറയാൻ പറ്റുമോ? ചോദ്യം കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് ഹംസത്തുൽ ഇസ്തിഫാം കണ്ടിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അങ്ങനെ പറയരുത്. ഹംസത്തുൽ ഇസ്തിഫാം കഴിഞ്ഞിട്ട് എന്താണ് അവർ ചോദിക്കുന്നത്? അത് കഴിഞ്ഞ് അവിടെ ഒരു ഹർഫിലാത്ത അം ഇല്ലേ? തുറന്നതാണോ അടഞ്ഞതാണോ എന്നല്ലേ ചോദിക്കുന്നത്? അത് നോർമൽ സെൻസ് അല്ലേ? നമ്മൾ തുറന്നതാണോ അടഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നമ്മൾ ഇല്ല ആണ് നമ്മൾ പറയോ? കറക്റ്റ് ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ. അബ്വാബുഹ മഫ്തൂഹത്തുൻ അൽ ആന, അല്ലെങ്കിൽ മഫ്തൂഹത്തുൻ അൽ ആന. ഓക്കെ. അബ്വാബുഹ മഫ്തൂഹത്തുൻ അൽ ആന എന്ന് നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ അബ്വാബുഹ അൽ ആന മഫ്തൂഹത്തുൻ. രണ്ടും കറക്റ്റ് ആണ്. അത് രണ്ടും പറഞ്ഞേക്കുന്നവര് കറക്റ്റ് ആണ്. ഇതിൽ ലഹ ഉപയോഗിച്ചവര് നിങ്ങൾ നോക്കുക, എന്തിനാണ് അവിടെ ലഹ ഉപയോഗിച്ചതെന്ന് ആലോചിക്കുക. അതിന്റെ വാതിലുകൾ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അൽ ആന നിങ്ങൾക്ക് എവിടെ വേണോ പ്ലേസ് ചെയ്യാം, കുഴപ്പമില്ല. ഇറാബിൽ മാറ്റം വരുത്താത്തോളം അല്ലെങ്കിൽ വരാത്തിടത്തോളം നമുക്ക് എവിടെ വേണോ അൽ ആന കൊടുക്കാം. ഓക്കെ. കം നാഫിദത്തൻ ഫി ഹാദൽ ഫസ്ലി. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ ദ ക്ലാസ് റൂം? എത്ര, സോറി സ്റ്റുഡൻസ് അല്ല, വിൻഡോസ് വിൻഡോസ് നാഫിദത്തൻ അല്ലേ ചോദ്യം? വിൻഡോസ് ആർ ഇൻ ദ ക്ലാസ് റൂം. എത്ര ജനാലകളുണ്ട് ക്ലാസ് റൂമിൽ നിന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇൻ ഇറ്റ് ഈസ് 2 ലാർജ് വിൻഡോസ് എങ്ങനെ പറയും? അതിനുള്ളിൽ അല്ലെങ്കിൽ അതിൽ 2 വലിയ ജനാലകളുണ്ട്.
ഞാൻ പറയുന്ന സെന്റൻസ് കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണേ. ഇൻ ഇറ്റ് അല്ലെങ്കിൽ അതിനുള്ളിൽ. ആ ടു ബിഗ് വിൻഡോസ്, രണ്ട് വലിയ ജനാലകളുണ്ട്. ഹിയുടെ അർത്ഥം, ഹിയ എന്തിനാണ് ഇവിടെ ഉപയോഗിച്ചത്? ഞാൻ പറഞ്ഞത് എന്താണ്? അതിൽ അല്ലെങ്കിൽ അതിനുള്ളിൽ, ഇൻ ഇറ്റ് എന്നാണോ ഹിയുടെ അർത്ഥം? ഓക്കെ. ഫീഹി നാഫിദത്താനി കബീറത്താനി. ഓക്കെ, കറക്റ്റ് ആണ്. കം താലിബൻ ഫി ഹാദൽ ഫസ്ലി. സെയിം ചോദ്യം സ്റ്റുഡൻസിനാ ചോദിക്കുന്നത്. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ഇൻ ദ ക്ലാസ് റൂം? എത്ര വിദ്യാർത്ഥികൾ ക്ലാസ് റൂമിലുണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇൻ ഇറ്റ് അഗൈൻ, അതിനുള്ളിൽ അല്ലെങ്കിൽ അതിൽ 10 സ്റ്റുഡൻസ്, 10 വിദ്യാർത്ഥികൾ. അങ്ങനെ പറയും. അതിൽ 10 വിദ്യാർത്ഥികൾ ഉണ്ട്. ഇൻ ഇറ്റ് ആർ 10 സ്റ്റുഡൻസ് അല്ലെങ്കിൽ there are 10 students in it. ഫീഹി അഷ്റത്തു. നിങ്ങൾ അഷറത്തു തന്നെയാണ് ഉദ്ദേശിച്ച് എഴുതിയെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അഷറത്തു എന്ന് വരണേ. ഷീന് ഫത്ഹ. ഫീഹി അഷറത്തു തുല്ലാബിൻ. അകുല്ലുഹും മിൻ ബിലാദിൻ വാഹിദ്, സോറി, മിൻ ബലദിൻ വാഹിദിൻ. അതിന്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. അകുല്ലുഹും മിൻ ബലദിൻ വാഹിദിൻ. നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ആൻസർ പറയൂ. അകുല്ലുഹും മിൻ ബലദിൻ വാഹിദിൻ. നമ്മൾ ടെക്സ്റ്റ് ചെയ്തതല്ലേ, വായിച്ചു പോയതല്ലേ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അവരെല്ലാരും ഒരു രാജ്യത്തിൽ നിന്നുള്ളവരായിരുന്നോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഹും ബിലാദിൻ മുഖ്തലിഫത്തുൻ എന്നാണോ? ശ്രദ്ധിക്കേ. ഫി ആണോ? ഫിൽ ബിലാദിൽ. ഫിൽ ബിലാദിൽ മുഖ്തലിഫത്തിൻ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. മുഖ്തലിഫ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇറാബ് കറക്റ്റ് ആയിട്ട് എഴുതൂ. മിനൽ ഉണ്ടോ? മിൻ അൽ ബിലാദി, ബിലാദിൽ എന്നാണോ? അല്ലുണ്ടോ? ലാ ഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ. അങ്ങനെ തന്നെ വരണം. ഓക്കെ. മുഖ്തലിഫത്തുൻ എന്ന് കൊടുത്തവരുണ്ട്, ലാ കൊടുക്കാതെ ആൻസർ ചെയ്തവരുണ്ട്.
അല്ലെങ്കിൽ ലാ മാത്രം പറഞ്ഞവരുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ലഹും മിൻ ബിലാദിൻ. ലഹും ബിലാദുൻ മുഖ്തലിഫത്തുൻ തെറ്റാണ്. ദേ ആർ കൺട്രീസ് എന്ന് പറയാണ്, അവർ രാജ്യങ്ങൾ എന്ന് പറയാണ്. അതെ, ലഹും മിൻ ബിലാദിൻ മുഖ്തലിഫത്തിൻ. ഓക്കെ, ബാക്കി ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. മിൻ ഐന അബൂബക്രിൻ, മിൻ ഐന അഹ്മദു, മിൻ ഐന യൂസുഫു, മിൻ ഐന മുഹമ്മദുൻ, മിൻ ഇത്രയും നിങ്ങൾക്ക് തന്നെ ടെക്സ്റ്റ് നോക്കിയിട്ട് എവിടെ നിന്നാണോ എഴുതുക. ഹുവ മിനൽ യാബാനിയാണോ, ഹുവ മിനൽ ഹിന്ദിയാണോ, ഹുവ മിൻ എന്താണോ രാജ്യം അത് ചെയ്യാം. ഓക്കെ അല്ലേ ഇത്? ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, 11ാമത്തെ ചോദ്യം. മൻ മുദരിസുഹും. പറഞ്ഞോളൂ. എങ്ങനെ നിങ്ങൾ അതിന് ഉത്തരം പറയാ? ഞാൻ ആൻസർ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ആൻസർ ചെയ്തോളൂ. ആരായിരുന്നു? മൻ മുദരിസുഹും. മുദരിസുന എന്നാണോ അതിന് ഉത്തരം പറയാ? മൻ മുദരിസുഹും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മുദരിസുന എന്ന് ഉത്തരം പറയോ? നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം എങ്ങനെയാ പറയാത്? ഹു ഇസ് ദ ടീച്ചർ എന്ന് ചോദിക്കാണ്. ആരാണ് അവരുടെ അധ്യാപകൻ എന്ന് ചോദിക്കാണ്. അപ്പൊ എങ്ങനെയാണ് പറയാ? ഞങ്ങളുടെ അധ്യാപകൻ എന്ന് പറയോ? മുദരിസുഹും എന്ന് തന്നെയാണ് പറയാ, അല്ലേ? മുദരിസുഹും. അല്ലെങ്കിൽ ഹുവ എന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ ഹുവ എന്ന് ഉത്തരം പറയാം. ഇനി അതല്ല ടെക്സ്റ്റിൽ പറഞ്ഞ പോലെ ഇസ്മുഹു എന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയാം. ഷെയ്ഖു ബിലാലിന്നോ? ബിലാലിൻ വരുവോ? മുബദൽ മിൻഹു ബദൽ എന്തിലാണ് മാച്ച് ആവേണ്ടേ? അഷെയ്ഖു വേണേ, അല്ല് വേണം. ഷെയ്ഖ് ബിലാലിന് കഴിഞ്ഞാൽ ബിലാൽ എന്ന് പറഞ്ഞാൽ പറ്റില്ല. കറക്റ്റ് ഇറാബ് കൊടുക്കണം. ഓക്കെ, ഇറാബില് മാച്ച് ആവണം. അപ്പൊ എന്താണോ ഷെയ്ഖിന്റെ ഇറാബ് അത് തന്നെ ആയിരിക്കണം ബിലാലുൻ ബിലാലിന് കൊടുക്കേണ്ടത്. ഓക്കെ, അഷെയ്ഖു ബിലാലുൻ, മുദരിസുഹും അഷെയ്ഖു ബിലാലുൻ. ഓക്കെ, മീൻ ഐന ഹുവ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവേ. അദ്ദേഹം എവിടെ നിന്നാണെന്നാണ് ചോദിക്കുന്നത്. നോക്കിയിട്ട് പറഞ്ഞോളൂ, ചെയ്തോളൂ ഇൻഷാ അല്ലാഹ്. ഓക്കെ, അടുത്തത്. ഓക്കെ, ഇതില് ശരി തെറ്റ് ഏതാന്നുള്ളത് പറയണേ. മദ്രസത്തി ഖരീബത്തുൻ മിനൽ മഖാരി. ശരിയോ തെറ്റോ? യെസ് ഓർ നോ എന്ന് പറഞ്ഞാലും മതി, എന്തെങ്കിലും ഒന്ന് പറഞ്ഞോളൂ. മദ്രസത്തി ഖരീബത്തുൻ മിനൽ മഖാരി, കറക്റ്റ് ഓർ റോങ്? മിനൽ മസ്ജിദി അല്ലായിരുന്നോ? യെസ് ആണ്. നോ. ഓക്കെ, തെറ്റാണത്. മിനൽ മസ്ജിദി അല്ലായിരുന്നോ ടെക്സ്റ്റില്? ഓക്കെ. ലഹ സലാസതു അബ്വാബിൻ ആയിരുന്നോ? ഓർമ്മയുണ്ടോ? എത്ര വാതിലുകളായിരുന്നു? യെസ്, നഅം. അബ്വാബുഹ മുഗ്ലഖത്തുൻ അൽആന. ഓ, കൺസ്ട്രക്ഷൻ ഇസ് കറക്റ്റ് അല്ല. ഇവിടെ ടെക്സ്റ്റിൽ തന്നേക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നോക്കുകയാണ്.
കൺസ്ട്രക്ഷൻ അല്ല. കൺസ്ട്രക്ഷൻ എല്ലാം കറക്റ്റ് ആയിരിക്കും ഇതില്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്ന് ചോദിക്കുകയാണ്. അബ്വാബുഹ മുഗ്ലഖത്തുൻ الآن. മഫ്തൂഹത്തുൻ അല്ലായിരുന്നോ? ഓക്കെ, തെറ്റാണ്. മക്കാത്തിബു തുല്ലാബി കബീറത്തുൻ ആയിരുന്നോ? ഓർമ്മയുണ്ടോ? കബീറ ആയിരുന്നോ? ല, സഗീറായിരുന്നു. ഓക്കെ. മക്തബുൽ മുദരിസി കബീറുൻ, ശരിയോ തെറ്റോ? നعم, കറക്റ്റ് ആയിരുന്നു, കബീർ ആയിരുന്നു. ഫി ഫസ്ലിന അശറതു തുല്ലാബിൻ. നعم. ഓക്കെ. അമ്മാറുൻ മിൻ ബുസ്നിയ, അതൊക്കെ നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറഞ്ഞോട്ടോ. നിങ്ങൾ രാജ്യങ്ങൾ നോക്കിയിട്ട് അത് നിങ്ങൾ ശരിയോ തെറ്റോ എന്ന് പറഞ്ഞോ. ടെക്സ്റ്റിൽ പോയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണോ പറഞ്ഞേക്കുന്നത് അതനുസരിച്ച് ആൻസർ ചെയ്തോട്ടോ. നിങ്ങളുടെ എക്സസൈസ് എങ്ങനെയാന്ന് വെച്ചാൽ ചിലതിൽ ചില രാജ്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അത് ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഞാൻ അത് ഫിനിഷ് ചെയ്യണ്ടല്ലോ, നിങ്ങൾ ചെയ്യില്ലേ അത്? ട്രൂ ഓർ ഫോൾസ്, ഓർ ശരിയോ തെറ്റോ? ഇത് ഓക്കെ, അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാ. ഇതൊരു ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതും നിങ്ങൾക്ക് തന്നെ ടൈം കിട്ടുമ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ഇതിനകത്ത് നമുക്ക് ഈ ടെക്സ്റ്റിൽ ഈ ലെസണിൽ തന്നിട്ടുള്ള ഏഷ്യൻ, ആഫ്രിക്കൻ, യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്തിട്ട് ഏഷ്യയിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് വരുന്നത്, ആഫ്രിക്കയിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് വരുന്നത്, യൂറോപ്പിൽ ഏതൊക്കെ രാജ്യങ്ങൾ വരുന്നത് എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതി. അത് നിങ്ങളുടെ സമയം പോലെ നിങ്ങൾ ചെയ്തോ, ഇനി ചെയ്തില്ലേലും എനിക്ക് കുഴപ്പമില്ല. ഓക്കെ. ഓക്കെ അല്ലേ? ഫോർ യുവർ ഇൻഫർമേഷൻ, ജനറൽ നോളജിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തോളൂ ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ, ലെസൺ കഴിഞ്ഞു. കലിമാത്തുൽ ജദീദത്തു, മക്തബു, മക്കാത്തിബു, കുർസിയു, കെറാസിയു, ഇതൊക്കെ മീനിങ് നിങ്ങൾക്ക് അറിയാം. അല്ലൗനു, അൽവാനുൻ, കളറാണ്, നിറം. ഖിബ്ല, അർത്ഥം നിങ്ങൾക്ക് അറിയാം. ദാക്ക, ദാലിക്കയ്ക്ക് ഈക്വലൻ ആണ്, ഒരേ അർത്ഥം തന്നെയാണ്. ദാക്ക, ദാലിക്ക, സെയിം മീനിങ്. വലാക്കിന്നും നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോഗ്രഫി പഠിച്ചോളൂ ഇൻഷാ അല്ലാ. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സസൈസ് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, നോ പ്രോബ്ലം. നിങ്ങൾ ചെയ്യണം എന്നൊന്നും ഇല്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, വേണമെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് എക്സസൈസ് ആയിട്ട് വേണമെങ്കിൽ എടുത്തോളൂ. നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത് എഴുതിയിട്ട് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി ഇൻഷാ അല്ലാ. ഓക്കെ, അൽഹംദുലില്ലാ. ക്ലിയർ ആണോ എല്ലാം? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ലെസൺ കഴിഞ്ഞു, ഇനി രണ്ട് ലെസനേ ഉള്ളൂ. ഇതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെസൺ. അടുത്ത ലെസണും വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. നമുക്ക് മംനൂമിന സർഫ് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ട് അതിലേക്ക് പോകാം ഇൻഷാ അല്ലാ. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ധാരണയുണ്ട് ഇല്ലേ മംനൂമിന സർഫ്? അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ വലിയ പേടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പുതിയൊരു ഇൻഫർമേഷൻ പോലെ മനസ്സിലാക്കും എന്നുള്ളതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ് അടുത്ത രണ്ടെണ്ണം ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ചെറിയ ലെസൺസും ആട്ടോ, ഒത്തിരി വലുതും അല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് വേഗം കവർ ചെയ്യാൻ പറ്റും. ചെറിയ രണ്ട് ലെസൺസ് ആണ് ഇൻഷാ അല്ലാ. അപ്പൊ ഇതുവരെ ഉള്ളത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ലെസണോടെ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തറവാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് ചോദിക്കാം ഇൻഷാ അല്ലാ. എൻ്റെ വർക്ക് ഷീറ്റ് തരാം ഇൻഷാ അല്ലാ ചെയ്യാനായിട്ട്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين. جزاكم الله خيرا، بارك الله فيكم. السلام عليكم ورحمة الله وبركاته.